നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ 3 PM ലൈവ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇന്ന് കുറച്ച് ഡിലേ ആയി പോയി, കാരണം രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതോടൊപ്പം പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. നമ്മുടെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാം. അതനുസരിച്ചിട്ട് വേണം കോൺടാക്റ്റ് ചെയ്യാനായിട്ട്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്, എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ പഠിപ്പിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റേ പോകാം. ഈ ഒരു സ്ട്രൈക്ക്, അതായത് 62,200 സ്ട്രൈക്ക്, ടാർഗറ്റ് പ്രൈസ് 174 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു 164 ആ ഭാഗത്തേക്ക് നമുക്കത്. അതിന് താഴത്തോട്ട് പോയാലാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോവുള്ളൂ. കാരണം ഇവിടെ ഈ 2:38 ആയപ്പോഴത്തേക്കും ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഒരു 134 സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാൽ മാർക്കറ്റ് 128ലേക്ക് പോരും. നേരെ മറിച്ച് അത് ബ്രേക്ക് ചെയ്ത് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് തന്നെ പോകുന്നു, 150ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇതത്ര വലിയൊരു റെഡായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. മേളിലോട്ട് മാർക്കറ്റിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഈ ക്യാൻഡിലും നെക്സ്റ്റ് ക്യാൻഡിലും ഇമ്പോർട്ടൻ്റാണ്. കാരണം യെല്ലോ ലൈൻ എന്തായാലും ഒക്കെ ടച്ച് ചെയ്യണം. 3 മണിയോടുകൂടി അല്ലെങ്കിൽ 2:45 ആ ഒരു യെല്ലോ ലൈനൊക്കെ ടച്ച് ചെയ്യണം. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നോർമലായിട്ട് 192 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ആവറേജിങ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലൈ ചെയ്താണ്. ഞാൻ ആ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ലെവലിലേക്കാണ് നിൽക്കുന്നത്. എമൗണ്ട് കുറച്ച് മതി. അപ്പോൾ മെജോറിറ്റി ആവറേജിങ് വളരെ റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. പലരും ആവറേജ് ചെയ്തിട്ട് ലോസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ, പിന്നെ പുതിയൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള മേക്കിങ്ങുമായിട്ടാണ് ഞാൻ ആവറേജിങ് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ. കാരണം സ്റ്റിൽ RSI അപ്സൈഡിലേക്കാണ്. ഇനിയിപ്പോൾ താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിധി എന്ന് കരുതുക. നമ്മൾ ചാർട്ട് റീഡ് ചെയ്ത് അതിലുള്ള കൺഫർമേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ മെജോറിറ്റി ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 172 ആണ് ട്രിഗർ പ്രൈസ്. അതിന് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഡൗണിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളവിടെ വെറുതെ പ്രയാസപ്പെട്ട് ഇരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ധൈര്യം, കോൺഫിഡൻറ്റ് ലെവൽ വേണം. തല താഴത്തോട്ട് പോയാൽ എന്നെ സംബന്ധിച്ച് ആവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ RSI ഓൾറെഡി സ്റ്റിൽ അപ്സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തഡോളജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 172 എന്തായാലും ക്ലിക്ക് ചെയ്യണം. അതൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ 192ലേക്ക് മാർക്കറ്റ് വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2:45 3 മണിയുടെ ക്യാൻഡിൽ ഒന്ന് താഴത്തേക്ക് വന്നിട്ടൊക്കെ മേളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നിലവിൽ കാണുന്നുണ്ട്. കാരണം നല്ല രീതിയിലൊരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. ഇതും 132 കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. 172 ഇപ്പോൾ 68, 4 പോയിൻറ്റ്. 172 റീച്ച് ചെയ്യാനായിട്ട് 4 പോയിൻ്റ് കൂടെ മതി. 171, ഓക്കെ, 173, ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്ത്. അപ്പോൾ മെജോറിറ്റി ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെഡ് ലൈൻ താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത് എന്തായാലും തിരിച്ച് കയറി വരും. അപ്പോൾ അതാണ് തിടുക്കിട്ട് താഴത്ത് ഒരു എൻട്രി എടുത്തതിൻ്റെ റീസൺ അതാണ്. എന്നെ സംബന്ധിച്ച് 10 ലോട്ടിട്ടാണെങ്കിൽ 1,800 രൂപ സിംഗിൾ 2-4 മിനിറ്റ് കൊണ്ട് 1,800 രൂപയാണ്
പ്രോഫിറ്റ്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇത് എടുക്കുന്നത് കാണിക്കുന്നില്ലല്ലോ, ഞാൻ എവിടെ എടുക്കുന്നു, ഏത് അക്കൗണ്ടിൽ എടുക്കുന്നു. ഇന്നും ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു കേട്ടോ, നിങ്ങളിത് എടുക്കുന്നതോ നിങ്ങളുടെ PNL കണ്ടാൽ മാത്രമല്ല നമുക്ക് ലൈവിലേക്ക് വരാനായിട്ട് പോസിബിലിറ്റി ഉള്ളൂ എന്നൊന്ന് വ്യക്തി എന്നോട് ചോദിച്ചു. നമുക്കതിൽ പരാതികളൊന്നുമില്ല, സ്വാഭാവികം. കാരണം ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ചറവറ പേടിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൺലി ഒരു പുതിയ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു മെൻറ്റർഷിപ്പ്, ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ പറയുകയാണ്, ഇപ്പോൾ ഒറ്റക്കെടുത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ റെഡ് കാണുമ്പോഴത്തേക്കും, അതായത് പ്രീവിയസ് ആയിട്ടുള്ള റെഡ് ലൈൻ കാണുമ്പോൾ താഴത്തോട്ട് പോയപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അല്ലെങ്കിൽ പേടിച്ച് വശകേടാവും. അപ്പോൾ ഞാനിവിടെ പറയും നിങ്ങൾ ടെൻഷൻ വേണ്ട കാര്യങ്ങളില്ല, അത് അവിടെ ഒരു സപ്പോർട്ട് സോൺ മാത്രമാണ്, അത് മേളിലോട്ട് മൂവ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ളൊരു വലിവാണെന്നും പറഞ്ഞ് ഞാനൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കതൊരു കോൺഫിഡൻ്റ് ആയിരിക്കും, അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അവർ കാണിക്കും. അത് മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ മെൻറ്റർഷിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഞാനൊരാൾക്ക് കോൾ കൊടുത്തിട്ട് നിങ്ങളത് ഇവിടെ എടുത്തോ, നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ എന്നുള്ളത് പറഞ്ഞാൽ ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ചത്തുപോകും, ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവില്ലാണ്ടായി പോകും. 6 മാസം എൻ്റെ കൂടെ കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം, പക്ഷേ അതിനുശേഷം എനിക്കിപ്പോൾ ഒരു ദുബായിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാടും നോക്കി പോയാൽ തീർന്നില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ടെൻഷൻ ഇല്ലാതാണ് നമ്മളവിടെ ഒരു എൻട്രി. എന്ത് അനലൈസാണ് ചെയ്തേ? ഇപ്പം ഞാൻ 12:40 ലൈവിലേക്ക് വന്നത് തന്നെ വന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ദേ അവിടെ ഒരു പരിപാടി ഉണ്ട്, നടത്തിക്കോ പിടിച്ചോ എടുത്തോ, ഞാനിവിടെ ഒരു എൻട്രി എടുക്കുകയാണ്. നിസ്സാരമായിട്ട് നമ്മളവിടെ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അത്ര പെട്ടെന്നൊരു അനലൈസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചാർട്ട് കണ്ടും കേട്ടും ശീലിച്ചതിൻ്റെയും എക്സ്പീരിയൻസ് ആണ് ആ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെജോറിറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് 10 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 2000 രൂപയാണ്, 5 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. നമ്മളെടുത്ത എൻട്രി 166.25 ആണ്, 173 മാർക്കറ്റ് നിൽക്കുന്നത്, 200 രൂപയാണ് ഈ സാധനം. എനിക്കിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡൗൺ ആവും, ഡൗൺ ആയിട്ട് തിരിച്ചൊരു ഒറ്റ പോക്ക് ചിലപ്പോൾ 192 പോയാലായി. അപ്പോൾ നമുക്ക് താഴത്തോട്ട് വരികയാണ്, ഒന്നും കൂടെ ഡ്രൈവ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആവറേജിങ്ങിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതവിടെ ഇറങ്ങാഞ്ഞത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ലോട്ടല്ലേ ഉള്ളൂ. 3 മണിക്ക് മാർക്കറ്റ് 292 എത്തട്ടെ, നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? 15 മിനിറ്റ്, ഇപ്പോൾ 2, 4, 6, 8 മിനിറ്റ് 178 മാർക്കറ്റ് പോയി. ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട്, 338 സിംഗിൾ ലോട്ടിലാണെന്ന് ആലോചിക്കണം കേട്ടോ. ഇപ്പുറത്ത് വേറെ ലോട്ട് വേറെ അക്കൗണ്ടിൽ എടുത്തോ ഇല്ലയോ എന്നുള്ളതിന് തെളിവൊന്നുമില്ലല്ലോ. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ 10 ലോട്ടോ 20 ലോട്ടോ എടുക്കേണ്ട കാര്യങ്ങളില്ല, അതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തോർത്ത് വീഡിയോ കാണുന്നവരാണെങ്കിലും PNL ചോദിച്ചു വരികയോ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരാളുടെ PNL കണ്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കും ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ആ റെഡ് താഴത്തോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ അത് ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ എന്താ, മേളോട്ട് കുതിക്കാനുള്ള പോക്കാണ്, അതെൻ്റെ മൈൻഡ് സെറ്റാണ്. ചിലപ്പോൾ ആ മൈൻഡ് സെറ്റ് ബാക്കിയുള്ള പലർക്കും വരണമെന്നും അങ്ങനെയുള്ള നിർബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് ഇത് PNL പ്രോഫിറ്റ് ആക്കി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടുന്ന 10 പേര് അത് ഇത്രയും പ്രോഫിറ്റ് എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അപ്പോൾ ഒരിക്കലും മറ്റുള്ളവർ PNL കണ്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ എൻ്റെ PNL ഞാനിപ്പോൾ നിങ്ങൾ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, PNL കാണിച്ചു തരാം. പക്ഷേ ആ PNL അങ്ങനെ സ്റ്റേബിൾ ചെയ്ത് നിർത്താൻ വേണ്ടി 1.5 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നലെ 1 മാസം കൊണ്ട് പഠിച്ച ഒരാൾ വന്നിട്ട് നിങ്ങളുടെ PNL കാണിച്ചാൽ നിങ്ങളുടെ ചാർട്ട് ഞാൻ പഠിക്കാമെന്ന് പറയണതിൽ ഒരർത്ഥവുമില്ല. എൻ്റെ PNL കാണിച്ചാലും അദ്ദേഹം ലോസിലേക്കേ പോകത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെതായ സമയം അദ്ദേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് സിംഗിൾ ലോട്ട് അവിടെ കിടന്നോട്ടെ, നമ്മളുടെ പരിപാടി ഏകദേശമൊക്കെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തോ ഇല്ലയോ അല്ലെങ്കിൽ എടുക്കാതിരുന്നോ ഇതൊക്കെ ഓരോരുത്തരുടെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ സിംഗിൾ ലോട്ടിലെ സാധനം
ഒന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അല്ലെങ്കിൽ 192 അടിക്കണം. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥ? നമ്മൾ പറഞ്ഞത് ഗ്രീൻ ക്യാൻഡിൽ അടുത്തത് റെഡ് ക്യാൻഡിൽ വരാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം ഇവിടെ തന്നെ മാർക്കറ്റിൽ നിന്ന് കൺസോൾട്ടേഷൻ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ, ചിലപ്പോൾ പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലും വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് 220, 220, 79 പോയിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ തിരിച്ച് താഴത്തോട്ട് വരാം. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഇവിടം വരെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം അവിടെ ഉള്ളൂ. കാരണം റെഡിലേക്ക് എത്തി, അവിടെ ചെറിയൊരു കർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ്, ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിൻ്റായി? ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ ബിഗിനേഴ്സിനോട് പറയുന്നത് നിങ്ങൾ 10-20 പോയിൻ്റ് എടുത്ത് മാറാനാണ് പറയണം. അപ്പോൾ 165, 175, 180, ഈസി ആയിട്ട് 15 പോയിൻ്റ്. 15 പോയിൻ്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കേസാണെങ്കിൽ 750. അപ്പോൾ ഒരു 350 രൂപ 10 ലോട്ടാണെങ്കിൽ 3350 രൂപ, പരിപാടി ക്ലീൻ. നമ്മൾ കയറേണ്ടടുത്ത് കയറുക, ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുക. കൃത്യമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ തട്ടുകേടില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ മടക്ക് വന്നിട്ടുണ്ട്. ആ മടക്കിനർത്ഥം, ആ മടക്ക് വരുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ചെറിയൊരു റിവേഴ്സലിന് പോസിറ്റീവ് ചാൻസ് ഉണ്ട്. എന്താണ് അവിടെ റിവേഴ്സ് വരാൻ കാരണം? ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഹൈറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. കാരണം ഈ ഒരു ടിപ്പ് വന്ന് നിൽക്കുന്ന ഏരിയ ഈ ഒരു വെള്ള ഡോട്ടിലാണ്. അത് വളരെ സാമർത്ഥ്യമുള്ള ഒരു റെസിസ്റ്റൻ്റാണ്. മറ്റുള്ള റെസിസ്റ്റൻറ്റിനെ പോലെയല്ല ഈ ഒരു വെള്ളക്കുത്ത്. അത് ടെക്നിക്കലി പഠിച്ചവർക്കേ അതിൻ്റെ വിവരം മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ആ ഒരു വെള്ളക്കുത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 192-ലായിരിക്കും പര്യവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ആ മടക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചീറ്റിങ് മടക്കാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം 3 PM ആണ്. ഒറ്റടിക്കൊക്കെ മാർക്കറ്റ് 192-ലേക്കൊക്കെ മാർക്കറ്റ് പോയേക്കാം. എന്നിരുന്നാലും 15 പോയിൻ്റ്, നമ്മൾ 10-15 പോയിൻ്റ് എടുത്താലും വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. രണ്ട് 50 ഞാൻ ഈ കൺസോൾട്ടേഷൻ സോണിലൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടിപ്പ് വന്നല്ലോ. കാരണം ഈ ഒരു ടിപ്പ് വന്ന് നിൽക്കുന്നത് നമ്മൾ ചുമ്മാ ഒരു ടിപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പിൻബാർ ഉണ്ട്, ഒരു റിവേഴ്സ് പിൻബാറിൻ്റെ ചോട്ടിലാണ് ആ ടിപ്പ് വന്ന് ഇടിച്ച് നിൽക്കുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു വെള്ള കുത്തുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 2 പിൻബാറിൻ്റെ ലോ ലെവൽ നിൽപ്പുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണത്. പക്ഷെ അത് ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 192-ലേക്ക് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഇല്ലാന്നുണ്ടെങ്കിൽ 192. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കാതെ ഈ ട്രേഡ് നമ്മൾ പര്യവസാനിപ്പിക്കില്ല. ഓൾറെഡി ഇവിടെ ഈ 20 ലോട്ടൊക്കെ ചിലപ്പോൾ എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ടിപ്പിൽ 15 പോയിൻ്റ്, അതായത് ഞാൻ മെജോറിറ്റി യൂസ് ചെയ്യുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നല്ല കൺഫേം ആയിട്ടുള്ളൊരു എൻട്രിയൊക്കെ, ഇതേപോലത്തുള്ള കൺഫേം ആയിട്ടുള്ളൊരു എൻട്രിയൊക്കെ ആണെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ട്രേഡിങ് നിർത്തി, ഒരാഴ്ചയായി. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 20 ലോട്ട് എടുക്കും. 20 ലോട്ട് എടുത്തിട്ട് 10 പോയിൻ്റ് അല്ലെങ്കിൽ 15 പോയിൻ്റ്, അല്ലെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എവിടെയാണോ അവിടെ 10 ലോട്ട് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ 2500 to 5000 വരെയാണ്. മറ്റേത് 1 പോയിൻ്റ് താഴ്ത്തിയോ അല്ലെങ്കിൽ ആദ്യത്തെ 10 ലോട്ടിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മളുടെ ഡെയിലി റൊട്ടീനിലുള്ള ഫണ്ട് നമ്മൾ മാറ്റി അങ്ങ് വെക്കും. ദെൻ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളതിനെ റൈഡ് ചെയ്യാൻ അങ്ങ് വിട്ടേക്കുക. അതല്ലാതെ നമ്മൾ എടുക്കുന്ന ഫണ്ട് മുഴുവൻ റൈഡ് ചെയ്യാനായിട്ട് വിട്ടിട്ട് അത് തിരിച്ച് സ്റ്റോപ്പ് ലോസിലേക്ക് ഹണ്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രോഫിറ്റ് കാണുകയും ചെയ്ത് അന്നോട്ട് കിട്ടിയതുമില്ല. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ 5 ലോട്ടോ 10 ലോട്ടോ, ഇപ്പോൾ 10 ലോട്ടാണ് എടുക്കണമെങ്കിൽ ആദ്യത്തെ പർട്ടിക്കുലർ ടാർഗറ്റിൽ 10 പോയിന്റിൽ 5 ലോട്ട് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാലും വിഷയമില്ല. കാരണം ഓൾറെഡി നമ്മൾ 2500 പ്രോഫിറ്റ് ലോക്ക്ഡ് ആണ്. സെക്കൻഡ് കിട്ടുന്നത് ബോണസായിട്ട് വേണം വിചാരിക്കാനായിട്ട്. ഓക്കെ, ഇനി 3 മണിക്ക് നെക്സ്റ്റ് മൂവ്മെൻ്റ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. 181 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 192,
ഇവിടെ RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ബ്രേക്കൗട്ട് എവിടെ ആവണം? 141 മുതൽ 150 വരെ. നല്ല മൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 159 നിന്ന് 192 വരെ ഓൾറെഡി ഒരു മൂവ് കിട്ടിയതാണ്. ഇത് ക്രോസ് ഓവറും കൂടെ ആവണം. ഇപ്പുറത്ത് ക്രോസ് ഓവർ ആയെന്ന് പറഞ്ഞിട്ട് ഇവിടെ സോറി കേട്ടോ, ഇവിടെ 2 മിനിറ്റ് ആക്കാനുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴും ഡൗണിലേക്ക് തന്നെ. ഇത് ക്രോസ് ഓവർ ആവാതെ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴാണ് RSIയിൽ വ്യത്യാസം കണ്ടുകൊണ്ടാണ് നോക്കിയത്. ഇത് 1 മിനിറ്റാണ് കിടന്നുകൊണ്ടിരുന്നത്. എനിവേ, നൂറ്റി 165 സ്റ്റോപ്പ് ലോസ്. അവിടെ കിടക്കട്ടെ. 3 മണിക്ക് ന്യായമായിട്ടുള്ളൊരു വലിവ് വരികയാണെങ്കിൽ അതടിച്ച് പൊക്കോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് 192 ഹിറ്റ് ചെയ്യട്ടെ. രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഹാപ്പിയാണ്. വലിയ വിഷയങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ 165 അല്ലെങ്കിൽ 192. നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് എത്തട്ടെ. അതേപോലെ നമ്മുടെ പി സൈഡിൽ 135 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 153 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് പണി കൊടുക്കാം. ഇത് നേരെ ബ്രേക്ക് ചെയ്ത് പോയാൽ 192, അല്ലെങ്കിൽ ഒരു തവണ കൂടെ 181. 2 ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ 3 മണിക്ക് സാധനം 165 ഇല്ലെങ്കിൽ 192, അതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്. 4 പോയിൻ്റ് അല്ലെങ്കിൽ 5 പോയിൻ്റ്. അപ്പോൾ ഈ പിയിലാണെങ്കിലോ 127 സ്റ്റോപ്പ് ലോസ് ഇട്ടാലും രണ്ടിനും 5 പോയിൻ്റ് ഇട്ടാലും ഏതെങ്കിലും ഒരെണ്ണം 10 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ്, പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവിടെ മടക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു എക്സിറ്റ് പ്ലേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ 3 മണീനെ ബേസ് ചെയ്തിട്ട് ഒറ്റ പോക്ക് മേളിലോട്ട് പോയാൽ 192 പോകുന്നു മാത്രമേ ഉള്ളൂ. ക്രോസ് ഓവർ കംപ്ലീറ്റഡ് ആയിട്ടില്ല. അതായത് ക്രോസ് ഓവറിലേക്ക് വന്നിട്ടില്ല. ഈ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ താഴത്തോട്ട് 3 മണിക്ക് ഇവിടെ താഴത്തോട്ട് വന്നിട്ട് ഒരു പഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ലോ വരാതെ മുകളിലോട്ട് പോയാൽ തിരിച്ച് കയറി പോവും. ഈ സാധനം താഴത്തോട്ട് ഡംപാവും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കയറ്റി എവിടെ കിട്ടട്ടെ. അമ്പത്തെട്ട്, 57, 56, 82, 83, 84, 85 പോട്ടെ. 92. ഒരു 6 പോയിൻ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 6 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ DK കൂടിയ സാധനത്തിനൊന്നും ഒരു വിഷയമല്ല. അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അവിടെ ഒരു വലിവ് വരുന്നുണ്ട്. കാരണം പ്രൈസിലേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇത്രയും ബാരിക്കേഡ് ഉണ്ട്. ആ ബാരിക്കേഡിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടം വരെ പോയിട്ട് റിവേഴ്സ് ആയത്. അതാ പറഞ്ഞത് അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളല്ലേ. 3 മണിക്കത്തെ വലിവ്. അപ്പോൾ ഓട്ടെ, കണ്ടിന്യൂ ചെയ്തങ്ങ് പോയെങ്കിൽ നല്ലതായിരുന്നു. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡണ്ണാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. 3 മണിയുടെ ടൈം പീരീഡ് ആയതുകൊണ്ടേ.
പോട്ടെ. പക്ഷെ എന്തൊരു ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 192 പോയില്ലെങ്കിൽ നാണക്കേടല്ലേ. കാരണം നമ്മൾ ഇത്ര ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചിരുന്നിട്ട് അവിടം വരെ പോയില്ലെങ്കിൽ 4 പോയിന്റ് കൂടാ. ജസ്റ്റ് 190, 91, 1 പോയിന്റ് കൂടാ. 89 ഒറ്റ ടിപ്പ്. ഓക്കെ, സെൽ. അത്ര മതി. എനിക്ക് കൂടുതൽ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ. ഐ എം നെവർ മൈൻഡ്. ട്രെയിൽ ചെയ്ത് വെച്ചാലും മതി. പക്ഷെ നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡർ ആയിരിക്കണം. അപ്പോൾ ചാർട്ട് നാളെ നമുക്ക് തരും. എനിക്ക് 192 മതി. അതിന് പൊക്കത്തോട്ട് എവിടെ വേണമെങ്കിലും പോകണമെങ്കിലും മാർക്കറ്റ് പൊക്കോട്ടെ. ഗുഡ് ഗുഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്താൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും? അത് 203 വരെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ മിച്ചം പോണത് പൊക്കോട്ടെ. ഇത്രയും കിട്ടുമ്പോൾ തന്നെ നമ്മൾ രാജാവാ. 600 രൂപ സിംഗിൾ ലോട്ടിൽ എന്ന് പറയുമ്പോൾ അത് 10 ലോട്ടിലാകുമ്പോൾ എത്ര രൂപയാണെന്ന് നമുക്ക് നിസ്സാരമായിട്ട് ഊഹിക്കാം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിൽ നമ്മൾ ഉദ്ദേശം എന്താണോ അതിൽ വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതാണ്. എന്താണോ അതിൽ വിശ്വസിച്ച് നിൽക്കുക, ഉറച്ച് വിശ്വസിക്കുക. 3-2 തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സഡൻ ഡംപ് വരാം. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഇനി മാക്സിമം പോയാലും 203 വരെ പോകാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അത് പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇല്ലെങ്കിൽ ടാർഗറ്റ്. ഇതിനാ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിളായി പോകാൻ പറ്റും. അപ്പോൾ ഓൾറെഡി സ്മോൾ പ്രോഫിറ്റ് 22 പോയിൻ്റാണ് ഫസ്റ്റ് ടാർഗറ്റ്. അത് നിലവിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ 203 മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പോൾ ക്രോസ് ഓവർ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ അതൊരു സേഫ് സോണാണ്. കാരണം പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് ക്രോസ് ചെയ്ത് താഴത്തോട്ട് പോകുന്ന 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഈ കൂട്ടത്തിൽ മാർക്കറ്റ് താഴത്തോട്ടും പോരാം, അല്ലെങ്കിൽ ഇത് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് 203 ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 220 മാർക്കറ്റ് ടച്ച് ചെയ്യാം. എനിവേ 3 മണിയായി. നമുക്കിനി കൂടുതലൊന്നും ചാർട്ടിന് നമ്മൾ അത്രയധികം കിടന്നുകൊണ്ട് ക്രൂശിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ശൈലി അത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പ്രീവിയസ് ആയിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ വന്ന് ടച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഏരിയ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 203 പോകുന്നുള്ളൂ. അതായത് 198 ബ്രേക്ക് ചെയ്താൽ 203 മാർക്കറ്റ് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ബ്രേക്കൗട്ടിൽ വന്ന് നിൽക്കുകയാണ്. ക്രോസ് ഓവർ വന്നിട്ട് വീണ്ടും പോയി. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയ 203, ദെൻ 220. എന്തായാലും അവിടെ ഇവിടം വരെ വന്നതല്ലേ, അവിടെ ചെന്ന് തല കാണിച്ചിട്ട് വരാം. പോട്ടെ. കാരണം നല്ല സ്ട്രോങ്ങാണ്. ഒരു പിടിവിട്ടങ്ങ് പോയി കഴിഞ്ഞ് 203 കഴിഞ്ഞ് സാധനം പറന്നു പോകും. അങ്ങനെ പറന്നു പോയാൽ എവിടം വരെ പോവും? ഒരു അന്ത്യം വേണ്ടേ? നമുക്ക് നോക്കാമല്ലോ. ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയ 200 to 280. പ്രോഫിറ്റ് ഉള്ളവർ മാക്സിമം ഇതിലെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓട്ടെ.
199.40 വരെ പോയിട്ടുള്ളൂ. 200 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും 203. 203 ബ്രേക്ക് ചെയ്താൽ 208. നെക്സ്റ്റ് ക്യാനിൽ നോക്കാം. പത്ത് പോയിന്റ് ആഗ്രഹിച്ച് വരുന്നവന് 22 പോയിന്റ് കിട്ടുമ്പോൾ ദൈവത്തിനോട് നന്ദി കഴിഞ്ഞ് മാറി നിൽക്കണം. എന്നാൽ കുറച്ചും കൂടെ റൗണ്ട് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് താഴത്തോട്ട് വരുന്നത്. അവിടെയാണ് നമ്മുടെ മൈൻഡ് മാറാൻ പോകുന്നത്. ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിന്നാൽ തീരാവുന്ന കേസുള്ളൂ. നമ്മൾ എന്ത് അനാലിസിസാണ് ചെയ്തത്? 2:45 40 കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ടപ്പയെന്ന് കറക്റ്റായിട്ടൊരു RSIയും കണ്ട് രണ്ടും കൽപ്പിച്ച് അവിടെ ഒരു ബയ്യും എടുത്തു, ടാർഗറ്റും എത്തി, പരിപാടിയും തീർത്തു. എന്ത് വരച്ചു, എന്ത് അനലൈസ് ചെയ്തു. ഇപ്പോൾ സ്റ്റോക്കിലാണെങ്കിൽ ഇത് തന്നെ മെത്തേഡ്. എന്ത് ഫണ്ടമെൻ്റൽ അനലൈസ്. ഞാൻ IV നോക്കാറില്ല, പുട്ട് കോൾ റേഷ്യോന്നോ എന്തോ റേഷ്യോസ് നോക്കാറില്ല, അതേപോലെ തന്നെ വിക്സ് നോക്കാറില്ല. ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ എൻ്റെ ചാർട്ടിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ച് ആ ചാർട്ടിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാർട്ട് നമ്മളെ ഒരു ആത്മാർത്ഥത കാണിക്കുന്ന കാരണം ചാർട്ട് നമ്മളെ സംരക്ഷിക്കുന്നു. അതാണ് ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ആ സ്ട്രഗിളിങ്ങിൽ ഇറങ്ങിപ്പോരും. നമ്മൾ ആ ചാർട്ടിൻ്റെ കണ്ടുള്ള എക്സ്പീരിയൻസ്, അത് ഞാനൊരിക്കലും ഒരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾക്കും ഇതേപോലെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചാർട്ട് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. നമ്മളതാണ് 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു അപ്പർ മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഈ ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഇപ്പോൾ ഒറ്റക്കൊരു വ്യക്തി ട്രേഡ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? ആ കൺസോൾട്ടേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് ചറപറ Cയും Bയും മാറി എടുത്തിട്ട് എന്ത് ചെയ്യും? താഴത്തോട്ട് പോവും. അപ്പോൾ ഈ ഒരു കൂട്ടായിട്ടുള്ള ട്രേഡിംഗ് റൂമിൽ ഉള്ള എക്സ്പീരിയൻസ് എന്താ? ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളപ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 165 താഴെ പോയാൽ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് 192 വരെ നമുക്ക് ഒരുമിച്ചൊന്ന് പിടിച്ചു നോക്കാം എന്നുള്ളൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അത് ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നവരും ബാക്കിയുള്ളവർക്കും അതൊരു പോസിറ്റീവ് വൈബാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ 5 പേര് അല്ലെങ്കിൽ 10 പേര് ഈ ഒരു റൂമിലുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ മൊത്തം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പാണെങ്കിൽ അവിടെ വിജയം ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ 100 പേരെ അല്ലെങ്കിൽ 200 പേരെ കൂട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും പാടാണ്. അതേപോലെ അതിൽ കുറേ ഈ പറഞ്ഞ പോലെ പല ജനം ബഹുവിധമാണ്. അപ്പോൾ പല ക്യാരക്ടറുള്ള ആളുകൾ കാണും. അപ്പോൾ നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവും, പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കറക്റ്റായിട്ട് ഇറങ്ങുന്ന സ്ഥലം സേഫ് സോണിൽ ആദ്യത്തെ പോർഷൻ. ഇപ്പോൾ 20 ലോട്ടാണ് ഞാൻ എടുക്കണമെങ്കിൽ 10 ലോട്ട് ഞാൻ കൊടുക്കുന്ന സ്ഥലമാണിത്. അതിന് ശേഷമായിരിക്കും ബാക്കി. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടും? ബാക്കിയുള്ളതിൻ്റെ ഒരു 185 ബാക്കി സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ ഇട്ടേക്കും. അതായത് ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മിച്ചം ആ പോയിന്റും കൂടെ കിട്ടണം, അല്ലെങ്കിൽ ആ സാധനം എങ്ങോട്ട് പോകണം? 208 പോകണം. ഒന്നെങ്കിൽ അത് 208 പോകണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. കണ്ടോ? സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ട്രേഡിങ് എൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. അതാണ് ആ ക്രോസ് ഓവർ വന്നപ്പോൾ കറക്റ്റായിട്ട് ഇറങ്ങാനുള്ള സ്ഥലം. അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചില്ലെങ്കിൽ കിട്ടുന്ന അവസ്ഥ എന്താണെന്ന് നോക്കിയേ. അവിടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഇതേ പോരുന്നു. എന്ത് പാടുപെട്ടാണ് നമ്മൾ 192 കൊണ്ടുപോയ സാധനം ആ ക്രോസ് ഓവറും കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇറങ്ങി പോരുന്നതാണ്ട. അപ്പം നമ്മൾ അതിനു മുമ്പ് തന്നെ അവിടെ തീരുമാനം എടുത്തു. എവിടെ തീരുമാനം എടുത്തു? ഇവിടെ ഒരു പിൻബാർ വന്നപ്പോൾ തന്നെ നമ്മൾ ഏകദേശമൊക്കെ അവിടെ തീരുമാനം എടുത്തതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് കൂടെ ചേർക്കാം. ഇപ്പോൾ എൻ്റെ PNL കണ്ടിട്ട് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെത് പഠിക്കാനോ വരുമെന്നുള്ളവർ ദയവ് ചെയ്ത് വരാതിരിക്കുക. നിങ്ങൾക്കിത് പഠിച്ച് രക്ഷപ്പെടണം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ട്രേഡ് ചെയ്തൊരു ബെനിഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ടിന് നമ്മളുടേതായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു ബാക്ക് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കണം എന്നുള്ള തോന്നലുള്ളവർ മാത്രം
പഠിക്കാനായിട്ട് വന്നാൽ മതി. ഞാനതൊരു ബിസിനസ് ഒന്നും ആക്കി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ടാണ് മെജോറിറ്റി ആളുകളോടും എന്നെ വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറയണത്. ഇതാരോടും ഒരു വാശി തീർക്കാനോ നമ്മൾ അഹങ്കാരം കൊണ്ടൊന്നും പറയണമല്ല. നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ വിജയോ പരാജയങ്ങളോ കണ്ടിട്ട് നമുക്കൊരിക്കലും സക്സസ് ആവാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴത്തോട്ടൊരു ഡംപ് വന്നു, കറക്റ്റായിട്ട് 179 ടച്ച് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും റീപ്രൊഡക്ഷനാണ്. അപ്പോൾ പറയാൻ വിട്ടു. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എക്സിറ്റ് ഇറങ്ങിയിട്ട് അത് ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോകണത് നല്ലതല്ലേ? ഇവിടെ ഒരു ടച്ച് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഒരു റീ എൻട്രി എടുക്കണം. ചുമ്മാ കിട്ടും 10 പോയിൻറ്റ്, പോയാൽ 2 പോയിൻറ്റ്. അപ്പോൾ 30.48 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മൺഡേ മുതൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാം. ഓൾ ദി ബെസ്റ്റ്.